നമ്മുടെ സഹോദര ക്രൈസ്തവ സമുദായം അവരുടെ വിശ്വാസമനുസരിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ എന്ന് അറിയപ്പെടുകയാണ്. യേശുക്രിസ്തു പാപപരിഹാരാർത്ഥം ദൈവം തന്നെ ദൈവപുത്രനായി വഴിമാറിക്കൊണ്ട് ഭൂമിയിൽ അവരോധിക്കുന്നു. അതാണ് യേശുക്രിസ്തു. ധിക്കാരികളും എതിരാളികളുമായ ജനങ്ങൾ അല്ല, അവിടുത്തെ അധികാരവർഗം തന്നെ അദ്ദേഹത്തെ പിടിച്ചുകെട്ടി ക്രൂശിക്കുന്നു, കുരിശിൽ തറച്ചു കൊല്ലുന്നു. വധിക്കപ്പെട്ട ക്രിസ്തുവിനെ കല്ലറയിൽ അടക്കം ചെയ്യുന്നു. 3 നാൾ കഴിഞ്ഞ് മാതാവായ മറിയമും ദാസിയായ മറിയമും കൂടിക്കൊണ്ട് ഖബറിടം സന്ദർശിച്ചപ്പോൾ ആ കല്ലറ ശൂന്യം. ഇവരെ കണ്ട ഒരു ദൂതൻ ചോദിച്ചു, കർത്താവിനെ തേടി വന്നതാണോ? എങ്കിൽ ആ കർത്താവ് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇതാണ് അവരുടെ വിശ്വാസം. വെള്ളിയാഴ്ചയാണ് കുരിശിൽ തറക്കുന്നത്. വ്യാഴാഴ്ച, ഇന്നലെ പെസഹ വ്യാഴം, യേശുക്രിസ്തു തൻ്റെ അനുയായികളുടെ കാൽ കഴുകി മുത്തുന്നുണ്ട്. അനുയായികളുമൊക്കെയായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ലാസ്റ്റ് സപ്പർ എന്നാണ് ഇതിനറിയപ്പെടുന്നത്, അന്ത്യത്താഴം എന്നറിയപ്പെടുന്നത് ഈ പെസഹ വ്യാഴമാണ്. അന്ന് കുറേ ആരാധനകളും അനുഷ്ഠാനങ്ങളുമൊക്കെ നടത്തുന്നത്. വെള്ളിയാഴ്ചയാണ് ജൂതന്മാർ വന്ന് പിടിച്ചു കെട്ടി കൊന്ന് കുരിശിൽ തറക്കുന്നത്. ഞായറാഴ്ച ഈസ്റ്റർ ഉയർത്തെഴുന്നേൽക്കുന്നു. നിലവിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരു പ്രവാചകൻ. അഖീദ എന്ന് പറയുമ്പോൾ തൗഹീദ്, അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തൗഹീദ്, ശിർക്ക്, ഇവയെ മാറ്റുരച്ചുകൊണ്ട് പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി, പ്രബോധനം ചെയ്യാൻ വേണ്ടി ജനസമൂഹത്തെ, ഇസ്രായേലി സമൂഹത്തെ മാർഗദർശനം ചെയ്യപ്പെടാൻ വേണ്ടി വന്ന ഒരു പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അനുയായികൾക്ക് പറ്റിയ 2 വലിയ അബദ്ധങ്ങളിൽ ഒന്ന്, ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് തൗഹീദ് ഉദ്ഘോഷിക്കാൻ വന്ന പ്രവാചകന്റെ ജീവിതത്തിൽ അവർ ശിർക്ക് കലർത്തിക്കളഞ്ഞു. ദൈവപുത്രനാണ് എന്ന് വാദിച്ചു. 2ാമത്തെ അബദ്ധം അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹം കൊല ചെയ്യപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്യൂ എന്ന അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലഘട്ടത്തിലും, പ്രത്യേകിച്ച് ഇസ്രായേലി പ്രവാചക സമൂഹത്തിൽ ഒട്ടുമുക്ക എല്ലാ പ്രവാചകന്മാരെയും ആ കാലഘട്ടത്തിലെ ഇസ്രായേലി സമൂഹം അനുയായികൾ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ എല്ലായിടത്തും തന്നെ അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലെ ചരിത്ര കഥാഭാഗങ്ങളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പല സന്ദർഭങ്ങൾക്ക് വധശ്രമങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു മതസമൂഹം എന്ന നിലയിൽ അവർ അത് വിശ്വസിക്കുകയും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ സഹോദര സമുദായം എന്ന നിലയിൽ നമുക്ക് അവരുടെ ആ സന്തോഷത്തിൽ അല്ലെങ്കിൽ അവരുടെ ആരാധനയിൽ നമുക്ക് പങ്കുചേരാം.
അവർ അതനുസരിച്ച് തന്നെ അവർ മുന്നോട്ട് പോയിക്കൊള്ളും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എന്തിന് ഇങ്ങനെ ഒരു ചരിത്ര പാഠം ഇവിടെ ഉദ്ധരിച്ചു എന്നത്, മുൻകഴിഞ്ഞു പോയ ഒരു പ്രവാചകൻ സമുദായ 2 മതസമൂഹങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മൾ അള്ളാഹുവിനോടുള്ള വിശുദ്ധ ഖുർആനിൽ നമ്മൾ അള്ളാഹുവിനോട് ഹിദായത്ത് അന്വേഷിക്കുന്നുണ്ടല്ലോ. സൂറത്തുൽ ഫാത്തിഹ എന്താണ് ജീവിതത്തിന്റെ ശരിയായ ദിശ? അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ ഞങ്ങൾ നിനക്ക് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ആ ഒരു തൗഹീദിന്റെ മർമ്മത്തിൽ നിന്നിട്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് തമ്പുരാനെ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. എന്നിട്ട് അടുത്ത പ്രാർത്ഥന ഇതേ ഇബാദത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ അടിസ്ഥാന തൗഹീദാണ് എന്ത്? സിറാത്തുൽ മുസ്തഖീം, ഹിദായത്തിന്റെ മാർഗം, തൗഹീദിന്റെ മാർഗം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിങ്ങൾ ജീവിതത്തിൽ നിലനിർത്തേണ്ടത് അല്ലാഹുവിന് മാത്രമാണ്. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ പോലും അല്ലാഹു നമ്മളെ തട്ടി ഉണർത്തുകയാണ്, ബോധവാന്മാരാക്കുകയാണ്. നിങ്ങൾ തൗഹീദിന്റെ മാർഗം, ഹിദായത്തിന്റെ മാർഗം അന്വേഷിക്കുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കഴിഞ്ഞുപോയ പ്രവാചക സമൂഹങ്ങൾ അവർ വഴിതെറ്റിപ്പോകുവാൻ, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുമാറ് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ശിർക്കിലേക്ക് അവർ പോകാൻ കാരണമായ അവരുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരികയാണ്. അപ്പൊ ഒരു പ്രവാചക സമൂഹത്തിന്റെ വ്യതിചലനം നമുക്ക് പാഠമാക്കുന്നത്, അതേ വ്യതിചലനം ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. എന്നല്ല, സംഭവിക്കുമെന്ന് അള്ളാഹുവിന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ക്രൈസ്തവ സമുദായം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, 2 മതധാരകളാണ്. ഒന്ന് ക്രിസ്തു മതവും ഒന്ന് ക്രിസ്തുവിന്റെ മതവുമാണ്. ഒന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ മതം. അള്ളാഹു എങ്ങനെയാണോ ഇഞ്ചീലിലൂടെ ഈസാ നബി അലൈഹി ഇസ്ലാമയിലൂടെ ഒരു ഇസ്രായേലി സമൂഹത്തെ ബോധവൽക്കരിച്ചതാണ് ക്രിസ്തുവിന്റെ മതം, ഈസാ നബിയുടെ മതം. ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ക്രിസ്തുവിന്റെ മതത്തിൽ നിന്ന് അത് ക്രിസ്തു മതത്തിലേക്ക് ആ കാലഘട്ടത്തിന്റെ പൗരോഹിത്യ ഇടപെടൽ കാരണം, വിശിഷ്യ പൗലോസിന്റെ കടന്നുവരവോടുകൂടി വലിയ മാറ്റങ്ങൾ അടിമുടി മാറി. പേര് മാത്രം, ക്രിസ്തുവിന്റെ പേര് മാത്രം നിലനിർത്തിക്കൊണ്ട് ക്രിസ്തു എന്താണോ പ്രബോധനം ചെയ്തത്, ഈസാ നബി അലൈഹി ഇസ്ലാം ഏതൊരു തൗഹീദാണോ പ്രബോധനം ചെയ്തത്, ഏതൊരു ശിർക്കിനെയാണോ ഭയപ്പെട്ടിരുന്നത്, ആ ശിർക്ക് പൂർണ്ണമായും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാറും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന തൗഹീദിനെ പൂർണ്ണമായും തുടച്ചു മാറ്റിക്കൊണ്ട്, ഒന്നാമതായിട്ട് ഈസാ പ്രവാചകൻ ഒരു പ്രവാചകൻ എന്നിടത്ത് നിന്ന് ഏകനായ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വാദിച്ചു കളഞ്ഞു. പിന്നീട് ആ പുത്രൻ എന്തിന് ഇവിടെ വന്നു? പാപപരിഹാരത്തിനാണ്. ആ പുത്രൻ എന്തൊക്കെയാണ് ഇവിടെ പ്രബോധിച്ചിട്ടുള്ളത് എന്നെല്ലാം ഇഞ്ചീലിൽ നിന്ന് വ്യത്യസ്തമായി പൗലോസിന്റെ ആശയധാരകൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയ ഒരു ക്രിസ്തു മതത്തിനനുസൃതമായി ആ ഇസ്രായേലി പ്രവാചക സമൂഹം വഴിമാറിപ്പോയെങ്കിൽ അവരെ വഴിതെറ്റിച്ച പൗരോഹിത്യത്തെ മുസ്ലിം സമുദായത്തെ നിങ്ങൾ കരുതിയിരിക്കുക എന്നാണ് ഈ ദുഃഖവിളിയും
ഇന്നലത്തെ പെസഹ വ്യാഴവും വരാനിരിക്കുന്ന ഈസ്റ്ററും നൽകുന്ന ജീവിത സന്ദേശം എന്ന് നമ്മൾ ഓർക്കണം. ഇപ്പൊ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന പല മുസ്ലിം സമുദായത്തിലെ പല പൗരോഹിത്യ പ്രസ്താവനകൾ എന്തുകൊണ്ടാണ് ഇവിടെ, നിങ്ങൾ പത്രത്തിൽ സോഷ്യൽ, എന്തുകൊണ്ടാണ് ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനെയും പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് നരേന്ദ്രമോദിയെയും ഒക്കെ ഇവിടെ നിയോഗിക്കപ്പെട്ടത് എന്നതിന്റെ വിശദാംശമായിട്ട് ഇവിടുത്തെ പൗരോഹിത്യ പ്രസ്താവന നിങ്ങൾ നിസ്കരിക്കാതിരുന്നത് കൊണ്ടാണ് എന്ന് സോഷ്യൽ മീഡിയയുടെ പ്രസ്താവന ഇറക്കുമാറ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവും. ഞാനായിട്ട് പറയുന്നതല്ല ഈ രാഷ്ട്രീയ വർത്തമാനവുമല്ല അത്. നമ്മുടെ ഇവിടെ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് മുസ്ലിം സമുദായം നിസ്കരിക്കാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രസവ വിവാദം ഇവിടെ നടക്കുന്നുണ്ടല്ലോ. പ്രസവത്തിന്റെ കാലാവധി 4 വർഷം വരെ ഗർഭത്തിൽ കിടക്കുമെന്ന പൗരോഹിത്യ വർത്തമാനങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇതിനൊക്കെ ആളുണ്ടായി മാറുക, ഇസ്ലാമിന്റെ അടിസ്ഥാന അഖീദയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ ആൾ ദൈവങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്ക് ഒരു സമുദായം, ഒരു പ്രവാചക സമുദായം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ മുൻകഴിഞ്ഞു പോയ ഒരു മുസ്ലിം പ്രവാചക സമൂഹം അവരുടെ പേരിന്റെ കൂടെ മുസ്ലിം അല്ല, പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം മുസ്ലിം ആയിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമയുടെ അനുയായികൾ മുസ്ലിമായിരുന്നു. ആ മുസ്ലിമായ പ്രവാചകന്റെ അനുയായികളെ മുസ്ലിം എന്നിടത്തു നിന്ന് അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായ വഴിതെറ്റിയവർ ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, തൗഹീദിന്റെ പാതയിൽ നിന്ന് എന്തുകൊണ്ട് വഴിതെറ്റി എന്ന് ചോദിച്ചാൽ അവരുടെ അടിസ്ഥാന വേദശാസനകൾക്ക്, ദൈവികമായ ശാസനകൾക്ക് വിരുദ്ധമായി പൗരോഹിത്യ പ്രലോഭനങ്ങൾക്ക്, പൗരോഹിത്യ പ്രചരണങ്ങൾക്ക്, അവരുടെ ശാസനകൾക്ക്, പൗരോഹിത്യ ശാസനകൾക്ക് അനുസൃതമായി കൊണ്ട് ഒരു സമുദായം വഴിമാറിയപ്പോൾ അവർ മുസ്ലിങ്ങളല്ലാതെയായി മാറിയെങ്കിൽ, അല്ലയോ അവസാനത്തെ പ്രവാചക സമുദായമേ, ഉമ്മത്തുൽ മുസ്ലിമയുടെ സമുദായമേ, ഉമ്മത്ത് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായമേ, നിങ്ങൾ കരുതിയിരിക്കണം. നിങ്ങൾ ഖുർആനിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ? നിങ്ങൾ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ? ആരാണ് നിങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ പൗരോഹിത്യ വർത്തമാനങ്ങളാണോ? എങ്കിൽ നിങ്ങൾ ഭയപ്പെടണം. മുൻകഴിഞ്ഞു പോയ സമുദായത്തിന്റെ വഴികേടിന്, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമായ വഴികേട് നിലവിലുള്ള മുസ്ലിം സമുദായവും ഭയപ്പെടണമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന ജീവിത സന്ദേശം. ആരാണ് നമ്മെ നിയന്ത്രിക്കുന്നത്? അല്ലാഹുവാണോ? അല്ല. നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്നത് അല്ലാഹുവാണോ? അല്ല. ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് അല്ലാഹുവാണോ? അല്ല. ആരാണ്? മുൻകഴിഞ്ഞു പോയ ഏതോ മഹാന്മാരുടെ പേരിൽ വെച്ചിട്ടാണ് നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രാമാണികമായി കൊണ്ട്, കള്ളപ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, വിശുദ്ധ വേദത്തെ കളവാക്കിക്കൊണ്ട്, യാതൊരു ലജ്ജയുമില്ലാതെ ഇസ്ലാമിന്റെ പേരിൽ വാദിക്കുന്നുവെങ്കിൽ മുസ്ലിം സമുദായമേ നമ്മൾ കരുതിയിരിക്കണം. അത്ഭുതങ്ങളെ കുറിച്ചിട്ടാണ്. വിമാനം നിയന്ത്രിക്കുന്ന, സമയത്തിന് എത്തുമെന്ന് ആശങ്കിക്കപ്പെടുന്നിടത്ത് സമയത്തിനെത്തിക്കുന്ന, മരിച്ചു കിടക്കുന്നവൻ സലാം ചെല്ലുന്ന, സലാം മടക്കുന്ന അത്ഭുത സൃഷ്ടികളെ കുറിച്ചിട്ടുള്ള വർത്തമാനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസ ദൗർബല്യങ്ങളെ എന്നല്ല, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ നിസ്സഹായതയെ
ഇന്നത്തെ പൗരോഹിത്യം ചൂഷണം ചെയ്യുന്നുവെങ്കിൽ, അല്ലയോ മുസ്ലിം സമുദായമേ, ഈസാ നബി അലൈഹിസ്സലാമയുടെ അത്ഭുത ജീവിതത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ വലിയൊരു യാഥാർത്ഥ്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമയുടെ ദിവ്യത്വത്തിന് തെളിവായിട്ട് അവർ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ക്രൈസ്തവ സമുദായം ഉയർത്തിപ്പിടിക്കുന്നത്. ആ ഉയർത്തെഴുന്നേൽപ്പിനെ ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഖബറടയിൽ അടക്കം ചെയ്യപ്പെട്ട ഈസാ നബി ഉയർത്തപ്പെട്ടു എന്നത് ഈസാ നബി അലൈഹിസ്സലാമയിൽ അല്ല, ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തെളിവായിട്ടൊരു സമുദായം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതേ ഈസാ പ്രവാചകനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ശക്തി വിശേഷത്തെ വകാനല്ലാഹു അസീസൻ ഹകീമ, അല്ലാഹുവിന്റെ നിയന്ത്രണ അധികാരത്തെ മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾക്കും മനുഷ്യ സഹജമായ നിസ്സഹായതകൾക്കും സാധ്യമാകാതെ സാധിക്കുമാർ നിയന്ത്രണ അധികാരമുള്ള ഇസ്സത്തുള്ളവൻ, പ്രതാപമുള്ളവനാണ് അല്ലാഹു എന്ന് ഒരു ഈസാ പ്രവാചകന്റെ ചരിത്രം മുന്നിൽ നിർത്തിയിട്ട് പറയുകയാണ്. ആദാം അലൈഹിസ്സലാം എങ്ങനെയാണ് ഇവിടെ ജനിച്ചത്? മാതാവും പിതാവും ഇല്ലാതെ ആദാം അലൈഹിസ്സലാം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. ഒരു കുട്ടി ജനിക്കണമെങ്കിൽ കാര്യകാരണ ബന്ധങ്ങളിലൂടെ മാതാവും പിതാവും വേണമെങ്കിൽ ആദ്യ മനുഷ്യൻ ആദാം അലൈഹിസ്സലാം ഇവിടെ ലോകത്ത് ജനിക്കുന്നത് മാതാവും പിതാവും ഇല്ലാതെയാണ് എങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി വിശേഷം അല്ലാഹുവാണ്. കരിച്ചു കളയുക എന്ന ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നി, ആ അഗ്നിയിലെറിയപ്പെട്ട ഇബ്രാഹിം കരിഞ്ഞു പോകുന്നതിന് പകരം അഗ്നിയിലെറിയപ്പെട്ട ഇബ്രാഹിം സുരക്ഷിതനായി സലാമത്ത് സമാധാനത്തോടുകൂടി തിരിച്ചു വരുന്നുവെങ്കിൽ ആ രക്ഷപ്പെടലിന്റെ പിന്നിലെ ശക്തിവിശേഷം മനുഷ്യ സഹജമായ കഴിവുകൾ അല്ല എന്നുള്ളത്, നേരെ മറിച്ച് അല്ലാഹുവിന്റെ അതിശക്തമായ ഇടപെടലാണ് എന്ന്. ചെങ്കടലിൽ പിളർത്തുക, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? തന്നെ ആക്രമിക്കുവാനായി തുടർന്നു വരുന്ന സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് മുന്നിൽ ഒരിക്കലും ആർത്തലച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകൾ, ഉയർന്നു പോകുന്ന കടൽ വഴിമാറി രണ്ടായി പകുത്തുമാറി അവിടെ ഒരു വഴിയായി രൂപപ്പെടുന്നുവെങ്കിൽ അത് ഞാനെന്ന വലിയ മനുഷ്യന്റെ കഴിവ് കൊണ്ടല്ല എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഹജ്ജിന്റെ അനുസ്മരണ സന്ദർഭത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ഹജ്ജിന്റെ പോകാനായി നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തി. എന്താണ് അവിടെ സ്മരിക്കുന്നത്? ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ, ഹാജറ റളിയല്ലാഹു അൻഹയുടെ, ഇസ്മായിൽ നബിയുടെ സംഭവ ബഹുലമായ ജീവിത ചരിത്രം അത്ഭുതകരമായിരുന്നുവല്ലോ. മാഉ സംസം അടക്കം ആ അത്ഭുതങ്ങൾ അവിടെ എങ്ങനെ നടന്നു? ആരായിരുന്നു അവിടെ ഇടപെട്ടത്? അവിടെ എന്റെ കഴിവ് കൊണ്ടാണോ, മനുഷ്യൻ എന്ന വ്യക്തിത്വത്തിന്റെ കഴിവ് കൊണ്ടല്ല എന്നത്. യൂസഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം, സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ജീവിത കഥകൾ, ഇതെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തുകയാണ്. ഒരു പൗരോഹിത്യ സമൂഹം അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന്, അദ്ദേഹത്തെ കുരിശിൽ തറച്ചുവെന്ന്, അദ്ദേഹത്തെ ഖബറടക്കം ചെയ്തുവെന്ന്, ആ ഖബറിൽ നിന്ന് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റുവെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ആ ഉയർത്തെഴുന്നേൽപ്പിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രവാചക ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, ഈ ഉയർത്തെഴുന്നേൽക്കലും കുരിശിൽ തറക്കലും
ആ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി കണ്ട് ആരാധിക്കുവാൻ കാരണമാകുന്നുവെങ്കിൽ അതേ യേശുക്രിസ്തുവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹു എന്ന യാഥാർത്ഥ്യത്തെ, അല്ലാഹു എന്ന ശക്തിവിശേഷത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുവെങ്കിൽ നമ്മൾ അറിയണം, ഈ കാണുന്ന മുഴുവൻ പൗരോഹിത്യ വർത്തമാനങ്ങൾക്കുമെതിരെ തൗഹീദിന്റെ, ഈമാനിന്റെ ശക്തി കൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ കരുത്ത് നേടാൻ മുസ്ലിം സമുദായത്തിന് സാധ്യമാകണമെന്നാണ്. അതല്ല എങ്കിൽ ഒരു മുസ്ലിം സമൂഹം, ഒരു പ്രവാചക സമൂഹം അവർ വഴിതെറ്റിക്കൊണ്ട് അവർ അല്ലാഹുവിന്റെ കോപത്തിന് കാരണമാകുന്നുവെങ്കിൽ ഈ പ്രവാചക സമൂഹവും മുസ്ലിം സമുദായവും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായവും അല്ലാഹുവിന്റെ കോപത്തിന് കാരണമായി മാറുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വഖൗലിഹിം ഇന്നാ ഖതൽനാ വഖൗലിഹിം അവരുടെ വർത്തമാനം കൊണ്ട്, എന്തുകൊണ്ടാണ് ഒരു പ്രവാചക സമുദായം ശപിക്കപ്പെട്ടത്? വഖൗലിഹിം അവരുടെ വർത്തമാനം കൊണ്ടാണ്. എന്താണ് അവരുടെ വർത്തമാനം? ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലായ ഒരു പ്രവാചകനെ ഞങ്ങൾ കൊന്നുവെന്ന അവകാശവാദം ഇസ്രായേൽ സമുദായം, പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം ഇസ്രായേലി പ്രവാചക സമൂഹം, ഇസ്രായേലി സമൂഹത്തിലേക്കാണല്ലോ. ഇവിടുത്തെ ക്രൈസ്തവ സമുദായം എന്ന് പറയുന്നത് ഇസ്രായേലി പ്രവാചക സമുദായമാണ്. പിന്നീട് പൗലോസ് വന്നിട്ടാണ് ഇസ്രായേലി സമുദായത്തെ നസാറാക്കൾ, വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം അങ്ങനെയാണ്, ക്രിസ്ത്യാനികളെ നാക്കി മാറ്റിയത് പൗലോസ് വന്നത്. വേറൊരു ചരിത്രമാണ്, അതവിടെ ഇരിക്കട്ടെ, പിന്നീട് നമുക്കത് വിശദീകരിക്കാം. നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മളെ കുറിച്ചിട്ട് ഇപ്പോ മുസ്ലിങ്ങൾ എന്ന് പറയാൻ നമുക്കാകുന്നില്ലല്ലോ. നമ്മളെന്താ പറയാ, EK, AP, മറ്റേ ജമാഅത്ത്, മുജാഹിദ്, സംഘടനാ ബേസിൽ അറിയപ്പെടുന്ന മാതിരിയായിപ്പോയി, അടിസ്ഥാനം മറന്നുപോയി. അങ്ങനെ അവർ ശപിക്കപ്പെടാൻ കാരണം ഞങ്ങളാണ് കൊന്നത് എന്ന് അവർ പറഞ്ഞ് സ്ഥാപിച്ചുകൊള്ളിൽ കുതന്ത്രങ്ങൾ, ഒരടിസ്ഥാന ഇസ്ലാമിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ തെറ്റിച്ച് കളയാൻ വളരെ ബോധപൂർവം മെനഞ്ഞുണ്ടാക്കിയ കഥയാണ് ഈസാ നബി അലൈഹിസ്സലാം കൊല്ലപ്പെട്ടു എന്നത്. അവർ ശപിക്കപ്പെടാൻ, ഒരു പ്രവാചക സമുദായം ശപിക്കപ്പെടാൻ കാരണം ഈസാ നബിയെ, യേശുക്രിസ്തുവിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ആരാണ് യേശുക്രിസ്തു? റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ. വമാ ഖതലൂഹു വമാ സലബൂഹു, പക്ഷെ അവർ കൊന്നിട്ടില്ലാട്ടോ. ഇതാര് പറയുന്ന വർത്തമാനമാണ്? വമാ ഖതലൂഹു, അദ്ദേഹത്തെ ഈസാ നബിയെ ആ സമൂഹം കൊന്നിട്ടില്ല. വമാ സലബൂഹു, കുരിശിൽ തറച്ചിട്ടുമില്ല. അല്ലാഹു ആണെന്ന് പറയുന്നു. ആ കാലഘട്ടത്തിലെ പ്രവാചക സമുദായത്തിലെ അനുയായികളല്ല, അല്ലാഹുവിന്റെ അവകാശവാദമാണ്. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, പക്ഷേ അവർക്ക് ആ യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടാതെയായി എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലേക്ക് തന്നെ ചരിത്ര പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ യേശുവിനെ വധിക്കാൻ, ഈസാ നബിയെ വധിക്കാൻ വേണ്ടി വന്ന ആ രാജകിങ്കരന്മാർക്ക് ആട് തെറ്റി കുരിശിൽ തറച്ചു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ വിശ്വസിക്കുന്ന ക്രൈസ്തവ അഭിപ്രായങ്ങൾ തന്നെയുണ്ട്. അത് പിന്നീട് വേറെ നമ്മൾ പഠന വിഷയമാക്കേണ്ടതാണ്. ഒറ്റ വിഷയത്തിൽ അവർ ആളമാറി അവർ കൊല്ലുകയാണ് ചെയ്തത്. ഈസാ നബി അലൈഹിസ്സലാമയെ അല്ല. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു, അവർ അതിൽ സംശയാലുക്കളായി മാറിന. ഈസാ നബി അലൈഹിസ്സലാമയൊക്കെ തന്നെ പോരുന്ന, പോലെ തോന്നിക്കുന്ന, മുടി നീട്ടിയതോ ഏതാണോ ആ കോലത്തിലുള്ള ഒരാളെ പിടിച്ച് ഇവർ കെട്ടി വലിഞ്ഞു കൊണ്ടുപോയി ക്രൂശിച്ച് വലിച്ചു കളഞ്ഞു.
മാലഹും മിൻ ഇൽമിൻ ഇല്ലത്തിബാ അല്ലാഹ്. എന്നിട്ട് അവർ ഊഹാമോഹത്തെ പിൻപറ്റുകയും ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവർ പ്രമാണങ്ങൾ ചമയുകയുമാണ് ചെയ്തത്. തെറ്റിദ്ധരിച്ച് ചെയ്തു പോയ ഒരു ക്രിയയെ അടിസ്ഥാനപരമായി ശരിവെച്ചു കളയുകയാണ് അവർ ചെയ്തത്. ഇതാണ് അവർക്ക് പറ്റിയത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ വീണ്ടും ആവർത്തിക്കുന്നു, വമാ ഖതലൂഹു യഖീനാ. മനസ്സിലായോ? ഉറപ്പായിട്ടും അവർ വധിച്ചിട്ടില്ല അദ്ദേഹത്തെ. എന്നിട്ടോ ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമാ. പക്ഷേ അല്ലാഹു അദ്ദേഹത്തെ ബൽ റഫഅഹു അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത്. എന്നിട്ടാണ് അല്ലാഹ് പറയുന്നത് വകാന അല്ലാഹു അസീസൻ ഹകീമാ. ഇത് അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട്, അവന്റെ നിയന്ത്രണ അധികാരം കൊണ്ട് കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന്, ഒരുപക്ഷെ കാര്യകാരണങ്ങൾക്കപ്പുറമായി പലതും നടക്കുമെന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. എങ്കിൽ ഇസ്രാ മിഅ്റാജ് നടന്നില്ലേ? കഴിഞ്ഞ ഖുതുബയിൽ നമ്മളുടെ ചരിത്രം നമ്മളിവിടെ ആവർത്തിച്ചിട്ട് ഇവിടെ ചർച്ച ചെയ്തല്ലോ. ഒരിക്കലും സാധ്യമാകാത്ത അത്ഭുതകരമായ ഒരു വർത്തമാനത്തെ പറ്റി അവിടെയുള്ളവർ അത്ഭുതം കൂറിയില്ലേ? ഖുറൈശികൾ ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ലാത്ത പാലസ്തീനെ കുറിച്ചിട്ട് ഉത്തരമുട്ടിക്കാൻ വേണ്ടി റസൂലിനോട് ചോദിച്ചപ്പോ റസൂൽ എല്ലാം കൃത്യമായി ഇന്നത് എന്നല്ല, പാലസ്തീനിൽ നിന്നും പുറപ്പെട്ട കച്ചവട സംഘം ഞാൻ അവരെ അവിടെ വെച്ച് കണ്ടുവെന്നും ഇന്ന നാളിൽ ഇവിടെ എത്തുമെന്നും പറയുമാറ് സത്യസന്ധമായ ഒരു വിവരണം, അത്ഭുതകരമായ വിവരണം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എങ്കിൽ ബൽ റഫഅഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ ജീവനോടുകൂടി ഉയർത്തി എന്നത് അള്ളാഹുവിന്റെ വർത്തമാനമാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ആ ഭാഗത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലിയുഅ്മിനന്ന ബിഹി ഖബല മൗതിഹി. ഈസാ നബി അലൈഹിസ്സലാമിലേക്ക് നിഷേധിച്ച ഈ സമുദായമുണ്ടല്ലോ, തെറ്റിദ്ധരിച്ച അതിനെ മാറ്റിമറിച്ച സമുദായമുണ്ടല്ലോ, അവർ അവരുടെ മരണവേളകളിൽ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമെന്നാണ്. ഇതിന്റെ വിശദാംശങ്ങളിൽ പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും ഇവിടെയുള്ള ഈ ലോകാവസാന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രകാരം ലോകാവസാന നാളിൽ വീണ്ടും ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വരികയും ഇവിടെയുള്ള മുഴുവൻ ഈസാ നബിയെ ധിക്കരിച്ച, യഥാർത്ഥ ഈസാ നബിയെ ധിക്കരിച്ച് ഈസാ നബി അലൈഹിസ്സലാമയുടെ പേരിൽ കള്ളത്തരങ്ങളും പൊള്ളവാദങ്ങളും ശിർക്കും കലർത്തിയ ജനം വീണ്ടും ലയുഅ്മിനന്ന ബിഹി ഖബല മൗതിഹി. ഈസാ നബി അലൈഹിസ്സലാം ഇപ്പോൾ മരണപ്പെട്ടിട്ടില്ല, പക്ഷെ മരണപ്പെടുന്നതിന് ഇപ്പോൾ അല്ലാഹുവിന്റെ അടുക്കലാണല്ലോ വിശുദ്ധ ഖുർആനിന്റെ വാദം. ആ ഈസാ നബി അലൈഹിസ്സലാമിൽ അവർ വിശ്വസിക്കുകയും ചെയ്യുമെന്നും വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ, അവർ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമെന്നുള്ളത് ഖുർആനിന്റെ വർത്തമാനമാണ്. ഒരു വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് ആ വ്യക്തിത്വത്തിൽ ദിവ്യത്വം ചാർത്തുന്നതിനെ കടന്നാക്രമിച്ചുകൊണ്ട് അത് എന്റെ കഴിവ് കൊണ്ടാണ് സംഭവിച്ചത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ, ഇപ്പോൾ ഇതേ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന മുഴുവൻ കള്ളവാദം, മുഴുവൻ കഴിവുകളും കറാമത്ത് വാദങ്ങളും തെറ്റാണ് എന്ന്, പൊള്ളയാണ് എന്ന്, അത് ജീവിതത്തിൽ ശിർക്ക് കലർത്തുന്നതാണ് എന്ന്, നമുക്ക് അല്ലാഹുവിന്റെ കോപത്തിനും വഴികേടിനും കാരണമാകുമെന്ന്, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സിറാത്തുൽ മുസ്തഖീമിലൂടെ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ടേ പോകാവൂ എന്നാണ്. ഈ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവിടത്തെ പൗരോഹിത കടന്നാക്രമണ സാധ്യതകളുടെ പഴുതുകൾ അടച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിനൊക്കെ കാരണമായ ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് പത്രദ്വാര വരികയും
സോഷ്യൽ മീഡിയയിലേക്ക് വലിയ പ്രസ്താവനകളായി വരികയും ചർച്ചയാവുകയും മുസ്ലിം സമൂഹം തന്നെ അപഹസിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് വിശുദ്ധ ഖുർആന്റെ ഈ ഒരു പ്രാമാണികമായ വർത്തമാനം നമ്മുടെ ഈമാനിനെ, നമ്മുടെ അഖീദയെ പുനഃപരിശോധിക്കേണ്ടിയിട്ടുള്ളത്. കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥ മുത്തഖിയായിക്കൊണ്ട്, യഥാർത്ഥ ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട്, ഇവിടത്തെ പൗരോഹിത്യ കടന്നാക്രമണങ്ങളെ കരുതി വെച്ചുകൊണ്ട് ശിർക്കിന്റെ നമ്മുടെ നിസ്സഹായത, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, ഇതൊക്കെയാണല്ലോ നമ്മൾ വഴിതെറ്റിപ്പോകുന്നത്. ഇവിടെയൊക്കെ ഈ ശിർക്കിന്റെ, ഇവിടെയുള്ള പൗരോഹിത്യത്തിന്റെ പ്രലോഭനങ്ങളെ കരുതിക്കൊണ്ടുള്ള ഒരു ഈമാൻ നമ്മൾ വീണ്ടെടുക്കണമെന്നാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന ജീവിത സന്ദേശം. കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും.